പ്രൈസ് ദി ലോർഡ്. 37-ാം സങ്കീർത്തനം 25-ാം വാക്യം. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. തിരുവചനത്തെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. 37-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ അങ്ങ് വർദ്ധിക്കും. ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാൻ നമ്മുടെ ഹൃദയത്തിൽ ഒരു വെമ്പലുണ്ടാകും. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ദൈവത്തിൽ ആശ്രയിക്കുന്നതിനാൽ മനുഷ്യന് സാധിക്കുമോ എന്ന് നമുക്ക് അതിശയം തോന്നിപ്പോകും. ദാവീദ് തൻ്റെ അനുഭവത്തിൽ കൂടെ പറയുന്നതായ കാര്യം, ഒരു കാലത്ത് ഞാൻ ബാലനായിരുന്നു. ആ ബാലനായിരുന്നപ്പോൾ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുവാൻ അഭ്യസിച്ചു. അനേക അനുഭവങ്ങളിൽ കൂടെ ദൈവം എന്നെ നടത്തിക്കൊണ്ടുപോയി. ഞാൻ പട്ടിണിയിലായിരുന്നു, വിശന്നിരുന്നു, ദാഹിച്ചു. ആരും എനിക്ക് ആശ്രയമില്ലാതിരുന്നതായ കാലങ്ങളുണ്ടായിരുന്നു. സകലരാലും ത്യജിക്കപ്പെട്ടിരിക്കുന്നതായ അനേക സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. പ്രാണഭയത്തോടുകൂടി അനേക ഇടങ്ങളിൽ ഞാൻ ഓടി. കുറ്റിക്കാടുകളിലും ഗുഹകളിലും അവസരം കിട്ടിയിടത്തൊക്കെയും ഞാൻ ഒളിച്ചു പാർത്തു. എങ്കിലും ഞാൻ വൃദ്ധനാകുന്നിടം വരെയും ഒരു സാക്ഷ്യം എനിക്ക് പറയുവാനുണ്ട്. എൻ്റെ ജീവിതത്തിലൊക്കെ ഞാൻ കണ്ടതായ ഒരനുഭവം, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും എന്ന് പറഞ്ഞാൽ ഒരു സഹായികളും അവന് ഭൂമിയിൽ ഇല്ലാതിരിക്കുന്നതും അവൻ്റെ തലമുറകൾ അപ്പം ഇരക്കുന്നതും ഞാൻ ചുറ്റി നടന്ന ദേശങ്ങളിലെങ്ങും കണ്ടിട്ടില്ല. അനേക നീതിമാന്മാരെ ഞാൻ കണ്ടു. ദേശത്ത് ദുഷ്ടന്മാരെ കണ്ടു, നീതിമാന്മാരെയും കണ്ടു. നമുക്ക് 37-ാം സങ്കീർത്തനം മുഴുവനും ദുഷ്ടന്മാരും നീതിമാന്മാരും തമ്മിലുള്ളതായ അനുഭവത്തെയും അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിക്കുന്നതായ പ്രതിഫലത്തിൻ്റെ വ്യാപ്തിയെയും കുറിച്ചൊക്കെ വ്യക്തമായി നമ്മോട് സാക്ഷീകരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 37-ാം സങ്കീർത്തനം. അത് വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം, ദൈവത്തോട് അടുത്ത് നിന്നാൽ മനുഷ്യന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളുടെ നീണ്ട പട്ടിക തന്നെ അതിലുണ്ട്. വാസ്തവമായി നാം ഹൃദയത്തിൽ ഉൾക്കൊണ്ട് വായിക്കുമ്പോൾ നീതിമാനാകുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹമുണ്ടാകും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദാവീദ് തൻ്റെ അനുഭവത്തിൽ കൂടെ പറയുന്നു, എൻ്റെ ബാല്യം മുതൽ ഞാൻ വൃദ്ധനായിരിക്കുന്നതായ ഈ അവസ്ഥ വരെയും എനിക്ക് ജീവിതത്തിൽ അനേക അനുഭവങ്ങളും അനേക കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാനും ഗ്രഹിക്കുവാനും എനിക്ക് അവസരം കിട്ടി. അതിൻ്റെ എല്ലാം ആകെ തുക ഇതാണ്, നീതിമാൻ തുണയില്ലാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അനേകം പ്രാവശ്യം ദാവീദ് മനുഷ്യരാൽ ത്യജിക്കപ്പെട്ടു, ഉപേക്ഷിക്കപ്പെട്ടു, നിന്ദിക്കപ്പെട്ടു, അവഗണിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, താഴ്ത്തപ്പെട്ടു. കൊലയ്ക്ക് വേണ്ടി, അവനെ കൊല ചെയ്യുവാൻ വേണ്ടി അനേക ശത്രുക്കൾ എഴുന്നേറ്റു. അവൻ്റെ കൂടെ നിൽക്കുന്നവരും അവൻ വിശ്വസിച്ചവരും അവൻ്റെ അപ്പം തിന്ന് വളർന്നവരുമൊക്കെ സഹപാഠികളെല്ലാം ചേർന്നുകൊണ്ട് ദാവീദിനെ തിരസ്കരിച്ചു. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം പറയുന്നത് എന്താണ്? അവനറിയാത്തതായ ഒരനുഭവം, നീതിമാനെ സംബന്ധിച്ചിടത്തോളം അവൻ കരുതിയിട്ടില്ലാത്തതായ അപ്പം, അവൻ അധ്വാനിച്ചിട്ടില്ലാത്തതായ അനേക നന്മകൾ, അവൻ കണ്ടിട്ടില്ലാത്തതായ അനേക വ്യക്തികൾ അവൻ്റെ സഹായത്തിന് വേണ്ടി, അവൻ്റെ ഭക്ഷണത്തിന് വേണ്ടി, അവൻ്റെ ഉപജീവനത്തിന് വേണ്ടി, അവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ അനേക മൂലകളിൽ ദൈവം അവന് വേണ്ടി ഒരുക്കി എന്നുള്ളതാണ് തൻ്റെ അനുഭവത്തിൽ കൂടെ പറയുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പലപ്പോഴും നമ്മെ സഹായിക്കുന്നതും നമുക്ക് തുണയായി വരുന്നതും നമ്മുടെ ചാർച്ചക്കാരോ സ്വന്തക്കാരോ സഹോദരങ്ങളോ വേണ്ടപ്പെട്ടവരോ നാം പ്രതീക്ഷിച്ചവരും നാം ഇഷ്ടപ്പെടുന്നവരും ആയിരിക്കുകയില്ല. ദൈവം, ഒരു മനുഷ്യൻ നമ്മെ ത്യജിക്കുമ്പോൾ, ഒരു സമൂഹം നമ്മെ ത്യജിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ, തള്ളിക്കളയുമ്പോൾ നമ്മെ സ്വീകരിക്കുവാനും ഇഷ്ടപ്പെടുവാനും നാം അറിയാത്ത ചില വഴികളെ ദൈവം അതിന് അങ്ങേപ്പുറത്ത് ഒരുക്കുന്നു. നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത അനേക അനുഭവങ്ങൾ നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ സാധിക്കുന്നു. ഒരു നീതിമാന്റെ പ്രതിഫലം ഭൂമിയിൽ ദൈവം കൊടുക്കുന്നത് അങ്ങനെയാണ്. അവൻ്റെ ജീവിതത്തിൽ എക്കാലവും
അവൻ തിരസ്കരണത്തിലും അപമാനത്തിലും മരിക്കുകയില്ല. അവൻ വൃദ്ധനായിത്തീരുന്നതിന് മുൻപ് ദൈവം ഇങ്ങനെ ഒരു സാക്ഷ്യത്തിലേക്ക് കൊണ്ടുവരും. അവൻ്റെ തലമുറകൾ അപ്പമിരക്കുകയില്ല എന്നുള്ള ഒരു വിശ്വാസം അവൻ്റെ ജീവിതത്തിൽ, ഒരു വിശ്വാസം മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യമായി അവൻ്റെ മുൻപിൽ ദൈവം വെളിപ്പെടുത്തും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു നീതിമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ പട്ടിണി വരും. അവൻ്റെ ഭവനത്തിൽ ഇല്ലായ്മകൾ സംഭവിച്ചേക്കാം. പല കാര്യങ്ങളിലും അവൻ ദരിദ്രനായി കാണപ്പെട്ടേക്കാം. പക്ഷെങ്കിൽ ഒരു വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ നീതിമാൻ, അവൻ വിശ്വാസത്താൽ ജീവിക്കും. അവനെക്കുറിച്ച് പറയുന്നത് എൻ്റെ നീതിമാനോ, അവൻ വിശ്വാസത്താൽ ജീവിക്കും. ഒന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളവനെ പോലെ, വിശന്നിരിക്കുന്നെങ്കിലും അവൻ സമൃദ്ധിയായിരിക്കുന്നത് പോലെ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എനിക്ക് വിശന്നിരിപ്പാനും അലംഭാവത്തോടിരിപ്പാനും സമൃദ്ധിയായിരിക്കാനും ഒന്നുമില്ലാതിരിക്കാനും ഞാൻ അഭ്യസിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അദ്ദേഹം ഉൾക്കൊണ്ടത്, അനുഭവങ്ങളിലൂടെ ഉൾക്കൊണ്ടത്, ജീവിതകാലത്തൊരിക്കലും വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് അവന് വിശക്കുകയില്ല, അവൻ ദരിദ്രനാകുകയില്ല. കാരണം അവൻ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലും അവൻ്റെ നിഗമനത്തിലുമൊക്കെയും അവൻ ദരിദ്രനെ പോലെയും വിശക്കുന്നവനെ പോലെയും ആയിരുന്നിരിക്കാം. നോക്കൂ, കർത്താവിന് വിശന്നപ്പോൾ പിശാച് അടുത്ത് വന്നു. പിശാച് യേശുവിനോട് പറയുകയാണ്, നിനക്ക് വിശക്കുന്നു എങ്കിൽ ഈ കല്ലിനോട് അപ്പമാകുവാൻ നീ പറയുക. കർത്താവിന് തീർച്ചയായിട്ടും വിശന്നു എന്ന് ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ആ വിശപ്പിൻ്റെ മേളിൽ പിശാചിൻ്റെ വാക്കിനെ അനുസരിക്കുവാൻ കർത്താവ് തയ്യാറായില്ല. കർത്താവ് സാത്താനോട് പറയുന്നത്, പിശാചിനോട് പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്നതായ സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ഞാൻ നിന്നെ പരിപാലിക്കുമെന്ന് ദൈവം പറഞ്ഞാൽ അത് ജീവനോടെ പരിപാലിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ദൈവമക്കൾക്ക് ദൈവം തരുന്നതായ ഒരു പ്രത്യാശയുടെ വചനം, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും നിന്റെ സന്തതിയും നിന്റെ തലമുറയും അപ്പമിരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ദാവീദ് പറയുമ്പോൾ, അത് ദാവീദിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായ ഒരു ദൈവസ്നേഹത്തിൻ്റെ വേരുകളാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായിരുന്നതും വരെയും ഇപ്പോൾ ഞാൻ വൃദ്ധനായിരിക്കുന്നു. എങ്കിലും എൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും ദൈവം എനിക്ക് തുണയില്ലാതിരിക്കുന്നത് ഞാൻ അനുഭവിച്ചിട്ടില്ല. എല്ലാവരും തള്ളിക്കളയുന്ന സ്ഥാനത്ത് എന്നെ ഉൾക്കൊള്ളുവാൻ, എന്നെ അംഗീകരിക്കുവാൻ ദൈവം ചില വ്യക്തികളെ അവിടങ്ങളായി ഒരുക്കി, സഹായികളായി ഒരുക്കി എന്ന് ദാവീദ് തൻ്റെ അനുഭവത്തിൽ കൂടെ പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ തിരസ്കരണവും അപമാനവും വിശപ്പും ദാരിദ്ര്യവും പല പ്രാവശ്യം ഏറ്റുകൊള്ളേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം അങ്ങേപ്പുറത്ത് ദൈവം നാം അറിയാത്ത വഴികൾ തുറന്നു തന്ന് നമ്മെ സഹായിച്ചിട്ടുള്ളതായ ആ സന്ദർഭങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നതായ ഒരു വ്യക്തിയാണ്. അവനെയാണ് ദൈവം നീതിമാൻ എന്ന് വിളിക്കുന്നത്. സ്വർഗം അവനെ നീതിമാൻ എന്ന് വിളിക്കുന്നു. അവൻ്റെ വഴികൾ അനുഗ്രഹിക്കപ്പെടും. അവൻ്റെ വഴികൾ മാത്രമല്ല, അവൻ്റെ ദർശനം അവൻ്റെ തലമുറയിലേക്ക് നീളുന്നു, അവൻ്റെ മക്കളിലേക്ക് നീളുന്നു. അവരിലും ഈ നീതിയുടെ ഫലം ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്ന് അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശ നൽകുന്നു. ഇത്ര വലിയ ഒരു പ്രത്യാശയിലേക്ക്, മഹത്വകരമായ ഒരു ജീവിതത്തിലേക്ക്, നീതിമാൻ ആകുവാനുള്ളതായ ഒരു ആഗ്രഹം, ഒരു വാഞ്ച, ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ശത്രു നമ്മുടെ മുൻപിൽ ലജ്ജിച്ചു പോകും. നാം പോകുന്ന വഴികളിലൊക്കെയും ഒരിടത്തും നാം താണുപോകുകയില്ല, ഉയർച്ച പ്രാപിക്കും. നാം നീതിയാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നേടുന്നവരായിത്തീരും. അതിന് ദൈവം നിന്നെ ഈ പ്രഭാതത്തിൽ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ്.